ഒറ്റക്കളിയിലാണ് നമ്പർ അതിന് മുമ്പുള്ള സീരീസ് അവനെ ന്യൂസിലൻഡ് സീരീസ് മാത്രം കളിച്ചുള്ളൂ. വേൾഡ് കപ്പ് കളിക്കാന്ന് ഓർത്തു. പക്ഷെ ഇവിടെ കളി വന്നില്ല. സഞ്ജു ആണ് 2 കളി കളിച്ചില്ല. അപ്പം എടുത്ത് വെളിയിലോട്ട് എടുത്തത്. സഞ്ജുവിന്റെ കാര്യം ഇപ്പോഴും പരിക്കില്ല. 2 കളി കളിച്ചില്ലെങ്കിലേ സെഞ്ചുറി അടിക്കും. ഇപ്പൊ 2 കളിയായി. 2 കളിയായി. 2 കളി 9 സഞ്ജുവിന്റെ കളി ഇപ്പോൾ പരിക്കില്ല. ഇഷ്ടം പോലെ കളിച്ചു അവനെ കളിശൈലി കണ്ടിട്ടിരിക്കുകയാണ് സഞ്ജുവിന്. അങ്ങനെയൊന്നുമില്ല. IPL ഫസ്റ്റ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആയിട്ട് 5 ഓവർ അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിക്കറ്റ് അടിയിലൊന്നുമില്ല. ഫസ്റ്റ് ബോളിട്ട് കൊട്ടാനാ നോക്കുന്നത്. ഈ കളി എന്നെ മുമ്പേ മാത്രമല്ല അങ്ങനെ മറ്റുള്ള ടീമൊക്കെ വന്ന് ഇത് 6 ഓവറുകൾ വിക്കറ്റ് കളയുന്നു. 10 റൺ അടിച്ചിട്ട് ബാക്കി അടിക്കാൻ വേണ്ടി അന്നേരത്തേക്ക് 230 അടിച്ചിട്ട് തിരിച്ചടിച്ചു. 260 അടിച്ചിട്ട് തിരിച്ചടിച്ചത് പഞ്ചാബ്. അത് ശ്രേയസീര് കാണാം. ഇത്ര സ്കോർ അടിച്ചിട്ട് ഭയങ്കര കൂളായിട്ട് അവളി നീക്കുന്നത്. ഈ വട്ടം കൂടി പഞ്ചാബിന് കപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശ്രേയസാറിന് റെക്കോർഡായിരിക്കും. നല്ല ക്യാപ്റ്റനാ. അതെ ഹാർദിക് ക്യാപ്റ്റൻസി മുംബൈ വരതായിരുന്നു. അവൻ ഗുജറാത്തിൽ നിന്നാ മതിയായിരുന്നു. ഗില്ലിന്റെ അഹങ്കാരം കാണണ്ടായിരുന്നു. അല്ല അവൻ മുംബൈ ഗുജറാത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇവർ കൂടുതൽ അവന് ബഹുമാന റെസ്പെക്ട് എല്ലാം കിട്ടിയത്. ഇവർ മറ്റേ അത്ര മുംബൈയിൽ മറ്റെല്ലാവരും മുംബൈയിലാണ് രോഹിത്തിനെ മാറ്റിയത്. എല്ലാവർക്കും ഏറ്റവും വലിയ ചൊടിപ്പിച്ചൊരു കാര്യം. പിന്നെ അവരാണെങ്കിൽ രോഹിത്തിന് അത്ര ക്യാപ്റ്റൻസിയിൽ വരുന്നുമില്ല. അവർ ലെവൽ എത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. രോഹിത് ശർമ്മ സെറ്റാക്കിയ രോഹിത് ശർമ്മ. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ മയന്റെ അഹങ്കാരവും അതാ കാണാൻ വയ്യാത്ത.